കൊച്ചി പള്ളുരുത്തിയിലെ ഗുണ്ടാ നേതാവ് ലാൽജുവിനെ കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ലാൽജു കുത്തേറ്റ് മരിച്ചത്. കേസിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. പള്ളുരുത്തി സ്വദേശി ഫാസിജ്, ചോറച്ചു എന്നിവരാണ് അറസ്റ്റിലായത്. ലാൽജുവിനോടുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. കേസിൽ 5 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, മുൻപ് അതായത് 2011 ലാസർ എന്ന ക്രിമിനൽ കേസിലെ പ്രതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട ലാൽജു. ഈ ലാസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കുടിപ്പകയാണോ ഈ കൊലപാതകം? അങ്ങനെ എന്തുകൊണ്ടാണ് ഈ അക്രമികൾ ലാൽജുവിനെ കുത്തി കൊലപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പരസ്പരം ഈ കുടിപ്പകകളും അതോടൊപ്പം തന്നെ പോരുവിളികളും അതെല്ലാം തന്നെ ഇവർക്കിടയിൽ പതിവ് കാഴ്ചകളാണ്. ഇതിപ്പോൾ ഒരു കൊലപാതകത്തിലേക്കടക്കം നീങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകം, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഇന്നലത്തെ സംഭവം ഉണ്ടായിരുന്നത്. ഇതിൽ ആന്റണി ലാസർ അയാളുടെ ഒരു മരണം ഉണ്ടായിരുന്നതിൻ്റെ അതിൻ്റെ ഒരു പകരം ചോദിക്കുക എന്ന രീതിയിലേക്കാണ് ഇവരെ വിളിച്ചു വരുത്തുകയും ഈ ഫാസിജും അതോടൊപ്പം തന്നെ ചോറച്ചു എന്ന് പറയുന്ന ഈ 2 ഗുണ്ടകളും ചേർന്ന് ഇവരെ ഈ ലാൽജുവിനെയും അതോടൊപ്പം തന്നെ അയാളുടെ സുഹൃത്തിനെയും ജോജുവിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നതും ഇത് തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്ന രീതിയിലാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ഇതിന് ശേഷമുണ്ടായ ഇത് വന്ന വഴി തന്നെ പിന്നീട് വാക്ക് തർക്കമായി പിന്നീട് കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആക്രമിക്കുകയായിരുന്നു. ഇതിലാണ് ഈ ലാൽജു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ രീതിയിൽ പരിക്കേറ്റ ജോജു ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് തന്നെ പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസ് കടക്കാൻ കഴിഞ്ഞു. കാരണം പ്രത്യേകിച്ച് ഇവരുടെ ഒരു കുടിപ്പക കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസുകാർക്കിടയിലും മറ്റു നാട്ടുകാർക്കിടയിലും എല്ലാം തന്നെ വളരെ കൃത്യമായ അറിവുള്ളൊരു കാര്യമായതുകൊണ്ട് പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ടും പോലീസിന് കഴിഞ്ഞിരുന്നു. ഇതിലിപ്പോൾ ചോറച്ചുവിനെയും അതോടൊപ്പം തന്നെ മറ്റ് ഒപ്പമുണ്ടായിരുന്നയാളെയും തന്നെ ഫാസിജിനെയും തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊലപാതകം, ഈ ആന്റണി ലാസർ കൊല ചെയ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യവും അതും ഇതിനോട് സമാനമായ രീതിയിൽ തന്നെ ഒരു കുടിപ്പകയാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് ആന്റണി ലാസറിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ഈ ഇതുപോലെ തന്നെ ക്രിമിനൽ സ്വഭാവത്തിൽ കൂടി തന്നെ നിരവധിയായ കേസുകളൊക്കെ അയാൾക്കെതിരെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളുമെല്ലാം തന്നെയാണ്. അതിനുശേഷം ഇയാൾ സമീപവാസിയായ ബിജു എന്നൊരാളുമായിട്ട് വലിയ രീതിയിലുള്ള വഴക്കുണ്ടാകുകയും അതിൻ്റെ ഒരു തർക്കങ്ങളിലേക്ക് നീങ്ങുകയും വലിയ അടിപിടിയിലേക്കെല്ലാം തന്നെ മാറുകയും ചെയ്തിരുന്നു. അന്ന് ഈ ബിജുവിന് വലിയ കാര്യമായ രീതിയിൽ തന്നെ ഈ അയൽവാസിക്ക് കാര്യമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിരുന്നു. അയാളുടെ കയ്യിൽ സ്റ്റീൽ റോഡ് അടക്കം ഇടേണ്ട ഒരു സാഹചര്യങ്ങളെല്ലാം വന്നു. ഇതിന് ശേഷം ഇയാളിൽ ഈ പ്രതികാരം ഉണ്ടായിരുന്നു. അത് ഈ ആന്റണി ലാസറിൻ്റെ സഹോദരനെ തന്നെ അയാളോട് തന്നെ തീർക്കണമെന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഇതിനുശേഷം ഈ ആന്റണി ലാസറിൻ്റെ സഹോദരൻ മരണപ്പെടുകയാണ്. അത് തൂങ്ങി മരണമാണെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിലുള്ളത്. പക്ഷേ ഇയാളുടെ പ്രതികാരം അവസാനിക്കാത്തതുകൊണ്ട് തന്നെ അനുജനെ തന്നെ തേടി ചെല്ലുകയായിരുന്നു. അന്ന് മദ്യം കൊടുത്ത പോലീസിൻ്റെ ആ സമയത്ത് ഈ ആന്റണി ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കാരണങ്ങൾ പറയുന്നത് ബിജുവും അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ലാൽജുവും മറ്റൊരു സെൽവൻ എന്ന് പറയുന്ന ഒരാളും ഒപ്പം തന്നെ ബിജുവിൻ്റെ ഭാര്യ രാഖിയും ഇവരെല്ലാവരും ചേർന്നാണ് ഈ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അന്ന് ആന്റണി ലാസറിനെ മദ്യപിച്ച് ലഘൂകരിച്ചതിന് ശേഷം ഇവർ ആക്രമിക്കുകയായിരുന്നു. പലതും പറഞ്ഞ് അതിനു മുൻപ് തന്നെ പലതും പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നു, പഴയ വഴക്കുകളുടെ കാര്യം പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം തല ഭിത്തിയിലിടിച്ച് അതിമാരകമായി മുറിവ് ഏൽപ്പിക്കുകയും പിന്നീട് മരിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മൃതദേഹം മറവ് ചെയ്ത രീതിയും അന്ന് പോലീസ് പിന്നീട് വിവരിച്ചിരുന്നു. അതിൽ വയറ് കീറി ആന്തരികാവയവങ്ങൾ പലതും എടുത്തു കളഞ്ഞ ശേഷം കല്ല് വെച്ചതിന് ശേഷമാണ് സമീപത്തുണ്ടായ ഒരു ചതുപ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം രീതിയിലുള്ളൊരു കൊലപാതക കേസ് ഇതിനു മുൻപായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു പ്രതികാരമാണ് ഇപ്പോൾ ഈ ലാൽജുവിലേക്കും ഫാസിജിലേക്കും എത്തിയത്. അപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായും ആന്റണി ലാസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട
കുടിപ്പകയാണോ ഇത് ഈ ലാൽജുവിനെ കൊലപ്പെടുത്തിയ സംഭവം എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രി, അതായത് ഇന്നലെ രാത്രി ലാൽജുവിനെ പള്ളുരുത്തി കച്ചേരിപ്പടിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ പ്രതികൾ ഫാസിച്ചും 7 അംഗ സംഘവും ചേർന്ന് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. പക്ഷെ അവിടെ ഈ ജോജിയെ, അതായത് ഈ ലാൽജുവിൻ്റെ സുഹൃത്ത് ജോജിയെ എന്തിനാണ് ഇവർ വകവരുത്താൻ ശ്രമിച്ചത് ഡാനി? കാരണം ഈ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ലാൽജുവിനൊപ്പം പോയി, ഈ ചർച്ചയ്ക്ക് പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ, അതോ ഈ ജോജിയോടും ഇവർക്ക് പകയുണ്ടായിരുന്നോ? ടോം, ഇത് സംബന്ധിച്ച പോലീസ് പറയുന്നത് ലാൽജുവിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, അയാൾക്ക് സ്വാഭാവികമായും ആക്രമിക്കപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത് ഒപ്പം നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഈ ലാൽജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോജുവിനടക്കം പരിക്കേറ്റത്. അത് മാത്രവുമല്ല, ഇയാൾ ഇവരുമായെല്ലാം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ലാൽജുവിൻ്റെ ഈ പ്രവൃത്തികളോട് എല്ലാം അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യത്തിനെ വിളിക്കുമ്പോൾ കോംപ്രമൈസ് ടോക്ക് എന്നൊക്കെ വിളിക്കുമ്പോൾ രാത്രിയിലേക്ക് കൂടെ ചെല്ലാൻ അങ്ങനെ ആരും പെട്ടെന്ന് തയ്യാറാവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് ജോജു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ആക്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും എല്ലാം തന്നെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ശ്രമങ്ങളുണ്ടാകും. അതിൽ ലാൽജുവിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. ലാൽജു സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. കാരണം ലാൽജുവിന് വലിയ രീതിയിൽ തന്നെ കുത്തേറ്റിരുന്നു, പരിക്കേറ്റിരുന്നു എല്ലാം തന്നെ. ജോജുവിൻ്റെ നിലയും ആ സമയത്ത് മോശമായിരുന്നു. പക്ഷേ അയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റി. ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും അതോടൊപ്പം തന്നെ ഈ പോരുവിളികളും ഒന്നും ഈ അവസാനിക്കുന്നില്ല എന്നതാണ്. കാരണം ആന്റണി ലാസറിൻ്റെ മരണത്തിന് കാരണമുണ്ട്. അതിനേക്കാളും മുൻപ് നടന്നൊരു സംഭവത്തിൻ്റെ തുടർച്ചയായിരുന്നു ആന്റണി ലാസറിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പുറത്തേക്ക് വരുമ്പോൾ 3 വർഷത്തിനിപ്പുറം മറ്റൊരു കൊലപാതകം ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ ക്രിമിനൽ സംഘങ്ങളുടെ പോരുവിളികൾ അതിൻ്റെ ഒരു തീവ്രത അവസാനിക്കുന്നില്ല, അതിൻ്റെ വാശിയും വൈരാഗ്യമൊന്നും അവസാനിക്കുന്നില്ല എന്നതാണ്. അത് മറക്കുന്നില്ല. അത് കുറച്ച് നാൾക്ക് ശേഷം അടുത്ത ആളിലേക്ക് തന്നെ മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പോലീസിന് വലിയ രീതിയിൽ കണ്ട ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നത് സത്യം തന്നെയാണ്. കാരണം ഈ രീതിയിൽ പോര് വിളിച്ച് എവിടെയെങ്കിലും വിളിച്ചു വരുത്തി കാരണം കൊച്ചിയിൽ ഡാനി സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകൾ പതിവ് കാഴ്ചയാണ്. പിന്നീട് അത് കൊലപാതകത്തിലും അക്രമത്തിലും ഒക്കെ കലാശിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു കേസിൽ ഇപ്പോൾ 2 പേർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. 5 പേർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ ഒളിവിൽ പോയിരിക്കുന്ന പ്രതികളും ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണോ, അതായത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? ഇവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? ടോം, ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഇവരിലേക്ക് തന്നെ വളരെ വൈകാതെ പോലീസിനെ എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഈ പിടികിട്ടാനുള്ള 5 പേരും തന്നെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇവരുമായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഈ കൊട്ടേഷൻ പണികളും കാര്യങ്ങളും എല്ലാമായിട്ട് തന്നെ പോകുന്നവർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇവരിലേക്ക് കൂടുതൽ ഇപ്പോൾ ഫോൺ കോളുകളുടെ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലടക്കം തെരച്ചിൽ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും വളരെ വൈകാതെ തന്നെ ഇവർ കസ്റ്റഡിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം പോലീസിനെ കണ്ടുപിടിച്ച വലിയ ദൂരത്തേക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ കാണുന്നത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ കുടിപ്പകളുടെ ഈ സീരീസാണ്. കുറേ നാളുകളായി തുടരുന്ന ഈ കുടിപ്പകൾ, ഇത് ആരെല്ലാമാണ്, ഏതെല്ലാം സംഘത്തിൽപ്പെട്ടവരാണെന്നെല്ലാം പോലീസിന് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഇവർക്കെതിരെ എല്ലാം തന്നെ പല കേസുകളും നിലവിലുണ്ട്. ഈ ആന്റണി ലാസറായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാൽജുവും മറ്റേ ചോറച്ചുവും ഇവർക്കെല്ലാം തന്നെയും ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലവും നിരവധിയായ കാര്യങ്ങളും തന്നെ ഇവർക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പശ്ചിമ കൊച്ചിയിൽ പോലീസിന് ഇത്തരം ലിസ്റ്റുകളിൽ പെട്ടവരെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവരിലേക്ക് അന്വേഷണം വളരെ പെട്ടെന്നെത്തി അവരെ ട്രേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അച്ചുവും അതോടൊപ്പം തന്നെ ഫാസിജും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്യുന്നത്. വൈകാതെ മറ്റുള്ളവരിലേക്കും അന്വേഷണം എത്തും. ഉടൻ അവരും പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് അധികാരികൾ നൽകുന്ന സൂചന. ടോം, കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പള്ളുരുത്തിയിലെ ഗുണ്ടാ നേതാവ് ലാൽജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. 5 പേർ ഒളിവിലാണ്. ഈ ഒളിവിൽ പോയ പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ.